അതറിയാതെ എല്ലാവരും ഈ സെറംസും ക്രീംസും മോയ്സ്ചറൈസേഴ്സും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. മാം, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഏട്ടന്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോ ഡെയിലി വെയിലത്ത് വർക്ക് ചെയ്യാണ് ആള്. അപ്പൊ ഭയങ്കര ഡ്രൈ എന്ന് വെച്ചാല് നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. ഭയങ്കര ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റെയിൽവേയിലൊക്കെയാണല്ലോ അല്ലെ? അതെ, ഞാൻ പറയാറില്ലേ ഇങ്ങനെ വർക്ക് ചെയ്യാറ്. അപ്പൊ എപ്പോഴും വെയിൽ കൊള്ളുന്നോണ്ട് ഭയങ്കര കൂടി വരികയാണ്. അപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? എന്താണെന്നറിയോ, ഇപ്പൊ വിന്റർ സീസൺ ആയില്ലേ, തണുപ്പ് കാലം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്കിൻ ഡിസീസും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് എന്ത്, ഈ വിന്റർ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം കാണുന്ന ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എല്ലാവരുടെ സ്കിന്നും പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അപ്പൊ അതേപോലെ ഇപ്പൊ നമുക്ക് ഈ ഡ്രൈനെസ് ആർക്കൊക്കെ വരിക എന്നറിയണ്ടേ? ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഒരുപാട് സൺ എക്സ്പോഷറുള്ള ആളുകൾക്ക്, അതായത് വെയിൽ ധാരാളം കൊണ്ടിട്ട് ജോബ് ചെയ്യുന്നവർ, ഇപ്പൊ ബൈക്കിൽ ഒരുപാട് നേരം ട്രാവൽ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, കൂടുതൽ വെയിൽ കൊള്ളുന്നവർ, അവർക്ക് എന്തായാലും സ്കിൻ ഡ്രൈനെസ് ഉണ്ടാവും. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത്, നമ്മളിവിടെ പേഷ്യൻസ് വരുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് 2-3 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യും, സോപ്പ് ഉപയോഗിച്ചിട്ട് കുളിക്കും. അപ്പൊ സ്ഥിരമായിട്ട് ഒരു ദിവസം തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് സോപ്പ് യൂസ് ചെയ്യുമ്പോൾ അവരുടെ സ്കിന്നും പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അപ്പൊ ഈ 2 ടൈപ്പ് ഓഫ് ആളുകൾക്ക് ഡ്രൈ സ്കിന്ന് വരും. ഇനി വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത്, സാധാരണ ആൾക്കാർ പല അസുഖങ്ങൾക്കും മരുന്നുകൾ കഴിക്കുന്നവരാണ് അല്ലേ? അപ്പൊ ആന്റി ഹിസ്റ്റമിൻസ്, അതേപോലെ ഡയൂററ്റിക്സ് ആയിട്ടുള്ള മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നവരുടെ സ്കിന്നിന് പെട്ടെന്ന് ഡ്രൈനെസ് വരും. അപ്പൊ ഇത്തരം ആളുകൾക്കാണ് ഇപ്പൊ നീ ചോദിച്ച ഈ ഒരു തരം ഡ്രൈനെസ് കാണുന്നത്. അല്ല, നിന്റെ സ്കിന്നും ഡ്രൈ ആണല്ലോ, വെള്ളം കുടിക്കുന്നത് കുറവുണ്ടോ? നമ്മളിവിടെ 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. സ്കിന്നിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്നറിയോ? സ്കിൻ ഹൈഡ്രേഷനും അതുപോലെ തന്നെ ഡെയിലി മോയ്സ്ചറൈസേഷനും. ഈ 2 കാര്യങ്ങളും ഒരു സ്കിൻ ഡ്രൈനെസ് ആവാതെ നമുക്ക് ഒരു പ്രിവെൻഷൻ പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ജലാംശം അതേപോലെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഹൈഡ്രേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നല്ലോണം നമ്മൾ സാധാരണ കുടിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് തന്നെ എപ്പോഴും വെള്ളം കുടിക്കുക. അതേപോലെ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക. ഇപ്പോൾ വാട്ടർ മെലോൺ, പപ്പായ, ഗ്രേപ്സ് തുടങ്ങിയ ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ അടുത്തതാണ് മോയ്സ്ചറൈസേഷൻ. അപ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ നമ്മൾ പറയും എന്നും എണ്ണ തേച്ച് കുളിക്കാനൊക്കെ. പക്ഷേ എണ്ണ തേച്ച് കുളിക്കാൻ എന്താണ്, ആർക്കും നേരമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യാം. എന്തായാലും ഡെയിലി നമ്മൾ കുളിക്കുന്നുണ്ട്, അപ്പോൾ ആ നനവോടുകൂടി തന്നെ 2-3 തുള്ളി കോക്കനട്ട് ഓയിൽ ഡെയിലി ദേഹത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്കങ്ങനെ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, ഒലീവ് ഓയിൽ ഉപയോഗിക്കാം, അതുപോലെ അലോവേറ ജെല്ലി യൂസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ആഫ്റ്റർ ബാത്ത് ഡെയിലി മോയ്സ്ചറൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ല, അപ്പൊ നമുക്ക് ഈ മോയ്സ്ചറൈസിങ് ക്രീംസ് പോലുള്ളത് യൂസ് ചെയ്തൂടെ? മോയ്സ്ചറൈസിങ് ക്രീംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ കൊടുക്കുന്ന എലാദി പോലെയുള്ള ക്രീംസ് ഒക്കെ നല്ലതാണ്. പക്ഷെ എന്ത് വേണം, ഓരോരുത്തരുടെയും സ്കിൻ അനുസരിച്ചുള്ള പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യാവൂ. അതറിയാതെ എല്ലാവരും ഈ സെറംസും ക്രീംസും മോയ്സ്ചറൈസേഴ്സും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അത് ചെയ്യാതെ അവനവൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണോ ഓയിലി സ്കിൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. അല്ലാതെ എല്ലാവരും ഉപയോഗിക്കുന്നത് വാങ്ങിയിട്ട് ഓരോന്ന് മാറ്റി ഉപയോഗിക്കരുത്. ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്.